കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മുകുന്ദൻ മാഷ് പല്ലവിയുടെ കല്യാണത്തെ കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പക്ഷേങ്കില് പല്ലവിയാണെങ്കില് കല്യാണക്കാര്യം പറഞ്ഞപ്പോ തന്നെ മുകുന്ദൻ മാഷിനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാച്ചാ, എനിക്കിപ്പോ കല്യാണമൊന്നും ആലോചിക്കണ്ട. ഇതേ ഒരു കല്യാണം കഴിഞ്ഞാൽ കേട് ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യേ, പാറുവിന് വേണേ വിവാഹം ആക്കി ആലോചിച്ചു, അവളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോട്ടെ, എന്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കുക വേണ്ടെന്ന് പറയാണ്. ഇത് കേട്ടത് മൂന്നും മാഷിന് വല്ലാത്ത വിഷമായിപ്പോയി. പിന്നീട് മൂന്നും മാഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശോഭ അങ്ങോട്ട് വന്നു. ശോഭ വന്നിട്ട് ചോദിച്ചു, എന്താ മാഷേ, എന്താ വല്ലാത്തൊരു ആലോചന എന്ന് ചോദിക്കണം. എന്ത് ചെയ്യാനാ, ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയാം. അല്ല അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? അല്ല നീ പറഞ്ഞില്ലേ, നിന്റെ ആങ്ങളെയെല്ലാം വിളിച്ചിട്ട് പറഞ്ഞില്ലേ പല്ലവി കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച്. ഞാൻ അവളോട് അതുമായിട്ട് സംസാരിച്ചു. പക്ഷേങ്കില് അവൾക്കൊരു താല്പര്യമില്ല ശോഭയെ. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. ദേ അവളുടെ അനിയത്തി ഒരാളും കൂടെ ഉണ്ട്. പക്ഷേങ്കില് അവള് പറയുന്ന അവൾക്കിപ്പൊ വിവാഹമേ വേണ്ടെന്നാ. അതൊക്കെ ശരിയായിക്കോളും മാഷേ, 6 മാസത്തോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കഷ്ടകാലം അങ്ങോട്ട് മാറും. പിന്നെ നമ്മൾ എന്തായാലും ഒരു ചെറുക്കനെ കണ്ടെത്തും, അവളുടെ കല്യാണം അങ്ങ് നടത്തുമെന്ന് പറയാം. അതിന് മാഷ് ഇപ്പോഴേ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ആരുടെ ഒന്ന് പറയാം, സംസാരിക്കാം. 6 മാസത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സ് ഒക്കെ ആവുമല്ലോ, പിന്നെ കുഴപ്പമില്ലോ എന്ന് പറയാം. എന്നാലും ആ ഇന്ദ്രന്റെ കാര്യം അവനെ സൂക്ഷിക്കണം, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാന്ന് പറയാം. ഇത് കേട്ടതും ശോഭ പറഞ്ഞു, അതേക്കുറിച്ച് ഓർത്തിട്ട് മാഷ് വിഷമിക്കുകയൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. അധികം വൈകാതെ തന്നെ എന്റെ ആംഗള മിക്കവാറും ഇങ്ങോട്ട് വരും. രഘു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം അറിയാലോ, വെട്ടെന്നോ മുറി രണ്ടെന്നാ. അവനിങ്ങോട്ട് വന്നിട്ടുണ്ടെ പിന്നെ എനിക്ക് നല്ല ധൈര്യമുണ്ട്, അവനുണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട്. പിന്നെ ഈ ഇന്ദ്രൻ എന്ന് പറയുന്നതിനൊന്നും പേടിക്കേണ്ട കാര്യം നമുക്കില്ല എന്ന് പറയാണ്. ഈ സമയം സേതു പൊന്നുമടത്തിലേക്ക് വരുവാണ്. പൊന്നുമടത്തിലേക്ക് വന്നപ്പോ ബേബി ചേച്ചി ചെന്നിട്ട് ചോദിച്ചു, അത്താഴം എടുക്കട്ടെ എന്ന് ചോദിക്കണം. വേണ്ട ബേബി ചേച്ചി, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചെന്ന് പറയണം എന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് പോവാ. ഈ സമയം സേതുവിന് മോഹം കണ്ടപ്പം ബേബി ചേച്ചിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. പതിവ് പോലെയുള്ള ആ ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ല. ഈ സമയം മുറിയിലേക്ക് വന്നപ്പം ശ്രീഹരി ചോദിച്ചു, അല്ല സേതുവേണ്ണ ആ പ്രശ്നം ഇതിലായിട്ടും വിട്ടില്ലെന്ന് ചോദിക്കുക. എന്റെ മനസ്സിൽ അതിങ്ങനെ കിടക്കുവാടാ. എത്രയും പെട്ടെന്ന് എന്റെ അമ്മയെന്ന് പറയുന്ന അവരെ കണ്ടെത്തണം. അവ എവിടെയാ എന്താണെന്നും അറിയത്തില്ല എന്ന് പറയാം. ഇത് കേട്ട് ശ്രീഹരി പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇനിയിപ്പം കുറുപ്പേട്ടനോടോ അവരോട് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അമ്മേനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ചോദിക്കുക. അങ്ങനെ വരാൻ വഴിയില്ല. എന്റെ അച്ഛൻ അമ്മേനെ ഉപേക്ഷിച്ചു പോയതിന് ശേഷം എന്റെ അമ്മ പോയത്, അമ്മ എവിടെയാ എന്താണെന്നൊന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. എനിക്ക് കണ്ടെത്തണം, അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം. ഈ പൊന്നുമടത്തെ സംബന്ധിക്കുന്ന ആ സത്യങ്ങൾ കണ്ടെത്തണം. ഒരു പക്ഷേങ്കില് എന്നെ ചതിച്ച എന്റെ അമ്മയാണോ അതോ ഇവിടുത്തെ പൂർണിമ എന്നുള്ള സ്ത്രീയാണോ? നീ എന്നെ വെല്ലുവിളിച്ച് ചോദിച്ചില്ലേ, അപ്പൊ അതെനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് പറയാം. പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു, സേതുവേട്ടാ ഞാൻ അപ്പഴത്തെ ഒരു സേതുവേട്ടനോട് പറഞ്ഞ സേതുവേട്ടനൊന്നും കാര്യമായി എടുക്കണ്ടെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ലടാ, എനിക്കത് കണ്ടെത്തണം, അല്ലല്ലോ എന്റെ ഒരു അവകാശമല്ലേ. ഇനി ഞാനാണോ തെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലെന്ന് പറയാണ്. നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയാണ്. ഈ സമയത്ത് പല്ലവിയുടെ കോള് വന്നു. പല്ലവി വിളി സംസാരിക്കാനിടയ്ക്ക് സേതു പറഞ്ഞു, അതെ നാളെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അതിനെന്താ കാണാലോ എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം പല്ലവിനെ കാണാനായിട്ട് സേതു ചെല്ലുവാണ്. സേതു ചെന്ന് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോ പല്ലവി വെച്ചു, എന്താ സേതു ഏട്ടാ കാണണമെന്ന് പറഞ്ഞേ? അതെ എനിക്ക് ഒരിടം വരെ പോവാനുണ്ടെന്ന് പറയണം. എന്റെ കൂടെ വരുമോന്ന് ചോദിക്കാം. എവിടം വരെയാ? അതൊക്കെ ഉണ്ട്. അതിനെന്താ? അല്ല നിനക്ക് പേടിയുണ്ടോ എന്റെ കൂടെ വരാനായിട്ട്? ഞാൻ എന്തിനാ പേടിക്കണേ? അതെ സേതുവിന്റെ കൂടെ വരാൻ എനിക്ക് പേടിയില്ല. ഈ ലോകത്ത് പേടിയില്ലാതെ പോകാൻ പറ്റുന്ന 2 പേരേ ഉള്ളൂ എന്റെ ലിസ്റ്റിൽ. അത് ആരൊക്കെയാണെന്നറിയാവോ? എന്റെ അച്ഛനും സേതുവേട്ടനും. നിങ്ങളുടെ 2 പേരുടെയും കൂടെ പോകുമ്പോൾ ഞാൻ സേഫ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. അല്ല എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ഞാൻ വഴിയെ പറയാന്ന് പറയാം. ഇത് കേട്ട പല്ലവിക്ക് തോന്നി സേതുവേട്ടന്റെ മനസ്സിൽ എന്തോ കയറി കൂടിയിട്ടുണ്ട്. എന്താന്നറിയത്തില്ല. പെട്ടെന്ന് പല്ലവി ചോദിച്ചു, എന്നോട് പറയാൻ പറ്റാത്ത കാര്യമല്ല ആണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാ അങ്ങനെയല്ല, പിന്നെന്താ കാര്യം? അതെ എന്റെ അമ്മേനെ അന്വേഷിച്ചിറങ്ങാനാന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി ചോദിച്ചു, അമ്മേനെ അന്വേഷിച്ച? അതെ ഞാൻ പല്ലവിയുടെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ എന്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് കണ്ടെത്തണം അവരെ. എന്തുകൊണ്ടാണ് എന്റെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചിട്ട് പോയെന്നറിയണം. ഇനിയിപ്പൊ എന്റെ അമ്മയുടെ കയ്യിലാണോ തെറ്റ്, പൂർണിമ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കയ്യിലാണോ തെറ്റെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് കണ്ടെത്തണമെന്ന് പറയാണ്. ഇത് കേട്ടൻ പല്ലവി പറഞ്ഞു, അതിനെന്താ ഞാൻ സേതുവിന്റെ കൂടെ വരാലോ എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് സേതു വീട്ടിലേക്ക് വരുക. വീട്ടിലേക്ക് വന്നപ്പോ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, സേതുവേട്ടാ അതെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ അതിന് പോണെന്ന് പറയാം. അതിനെന്താ പോയിട്ട് പറയാന്ന് പറയാം. അല്ല
സേതുവേട്ടന് വരണമെന്ന് പറയാ, സേതുവേട്ടനും കൂടെ വിളിച്ചിട്ടുണ്ടെന്ന് പറയാ. ഞാൻ വരാനാ? നല്ല കഥയായിപ്പോയി, അതിനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയണ. എന്താ സേതുവേട്ടൻ എങ്ങനെ പറയണേ? എല്ലാവരും റെഡി ആയിട്ടിരിക്കുക, സേതുവേട്ടനും കൂടെ വരണമെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ വരാൻ പോകുന്നില്ല. ഞാൻ മാത്രമല്ല, ദേ ഇവനും വരത്തില്ല. നിങ്ങക്ക് വേണമെങ്കിൽ പോവോ, പാർട്ടി കൂടുവോ, എന്ത് വെള്ളം ചേർത്ത് തിരികെ വരാം, എന്നെ അതിന് കൂട്ടണ്ടെന്ന് പറയണം. അച്ഛന് വല്ലാത്ത വിഷമായി. അച്ഛൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രീഹരി പറഞ്ഞു, എന്താ സേതുവേട്ടാ ഇത്? സേതുവേട്ടൊന്ന് കൂടെ പോയെന്ന് ഓർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? പിന്നെ വൈകുന്നേരമൊക്കെ അല്ലേ പോകുന്നേ. ഒരു പക്ഷേങ്കില് മാധവ് സാർ ഉണ്ടായിരുന്നെങ്കിൽ മാധവ് സാറ് കൂട്ടിക്കൊണ്ട് പോയനം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ടായിരിക്കും വേണേ അച്ചു വന്ന് പറഞ്ഞേ. അപ്പൊ സേതുവേട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കുക. സേതു പറഞ്ഞു, എന്താളും ഞാൻ പോവാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. സേതുവിന് വല്ലാത്ത ദേഷ്യമായിരുന്നു. പിന്നീട് സേതു അങ്ങോട്ട് ചെന്ന് കഴിയുമ്പത്തേനും ഹാളില് ഋതുവും പൂർണിമയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സേതു പറഞ്ഞു, എന്നെ ബർത്ത്ഡേ ഫംഗ്ഷന് കൊണ്ടുപോകാന്നുള്ള ആലോചനയിലായിരിക്കില്ലേ? അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ എന്താളും വരാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട ഋതുവിന് ദേഷ്യം വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അച്ചു, ഇയാളെ ഒന്നും വിളിക്കേണ്ടാന്ന്. ഇയാള് വരാതിരിക്കുന്ന നല്ലത്. മനുഷ്യന് മനസ്സമാധാനം കിട്ടൂലോ. ഇയാളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് അവിടെ വരെ അടിയായിരിക്കും. വെറുതെ വഴക്കും അടിയും ഉണ്ടായിക്കൊണ്ട് വേറെ പണിയൊന്നും ഇല്ലാന്ന് പറയണം. അല്ലെങ്കിലും ഇയാളെ എന്തിനാ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നേ എന്ന് ചോദിക്കാം. ഇത് കേട്ട് സേതു പറഞ്ഞു, എനിക്കറിയാം നിന്റെ മനസ്സിലിപ്പ് ഇതാണെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് വെച്ച്. അതെ, എന്നെ ഈ സേതുവിന് ഇതിനൊന്നും കിട്ടത്തില്ല എന്ന് പറയണം. ഈ സമയം ഋതുവിന് നല്ല ദേഷ്യം വന്നു. ഋതു പറഞ്ഞു, ഇതേ സേതു, വെറുതെ നീ എന്നോട് വഴക്കിടാൻ വരില്ലെന്ന് പറയണം. എന്നിട്ട് പൂർണ്ണിമ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എപ്പോ നോക്കിയാലും കീരിയും പാമ്പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സേതു വരുന്നില്ലേ, വരണ്ട, അതിന് നീ എന്തിനാ ഇനി ചൂടാന്നേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പൂർണിമ. ഈ സമയം അച്ചു പറഞ്ഞു, സേതുവേട്ടാ, അമ്മയ്ക്ക് നല്ല വിഷമായെന്ന് തോന്നേ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ അമ്മയ്ക്ക് വിഷമമായെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം. ഇത് കേട്ട ഋതു പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല അച്ചു, ഇയാൾക്ക് അമ്മയുടെ വിഷമമൊന്നും മനസ്സിലാകത്തില്ല. ഒരു പക്ഷേങ്കില് ഇയാളുടെ അമ്മ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നേ. അങ്ങനെയല്ലേ കാണിക്കല്ലോ, 10 ഗുണം 10 ഗുണം എന്നല്ലേ പറയണേ, പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ട സേതുവിനങ്ങ് ദേഷ്യം വന്നു. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് എന്റെ അമ്മയെ പറ്റി പറഞ്ഞുണ്ടല്ലോ, ഞാനൊന്നും നോക്കില്ല, കാരണം അടിച്ചു പൊട്ടിക്കുമെന്ന് പറയണം. എന്റെ അമ്മേനെ നീ കണ്ടിട്ടില്ലോ? അതെ, എന്റെ അമ്മേനെ എനിക്ക് ജീവനാണ്. നീ നിന്റെ അമ്മേനെ എത്രമാത്രം സ്നേഹിക്കുന്നോ അതിനേക്കാളും ഒരു മടങ്ങോട് കൂടുതൽ ഞാൻ എന്റെ അമ്മേനെ സ്നേഹിക്കുന്നുണ്ട്. ആ അമ്മേനെ കുറിച്ച് അനാവശ്യമായിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞുണ്ടല്ലോ, നിന്നെ വെച്ചേക്കില്ലെന്ന് പറയണം. ഈ സേതു ആരാ നീ അറിയൂന്ന് പറയണം. സേതുവിന്റെ അങ്ങനത്തെ ഒരു മുഖം ഋതു ആദ്യമായിട്ട് കാണുന്നേ. ഋതു മാത്രമല്ല, ആ സമയത്ത് അച്ചു ഒന്നും ഞെട്ടിപ്പോയി. പെട്ടെന്ന് അച്ചു പറഞ്ഞു, ഋതുവിനെ അറിയാതെ പറഞ്ഞു പോയതാ ഋതു, സോറി ഇട്ടാ സേതുട്ടാന്ന് പറഞ്ഞു. ദേ നീ മിണ്ടരുത്, ദേ അവളാണ് പറയണ്ടേ, കണ്ടോ അവളുടെ മുഖം ഇരിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ സേതു പിന്നെ ദേഷ്യപ്പെടുവാണ്. ഈ സമയം ശ്രീഹരി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, സേതുവിനെ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് സേതുവിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. പിന്നീട് മുറി പോയി സേതു ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. വല്ലാത്തൊരു ടെൻഷനാ. അച്ചു വിളിച്ചിട്ട് ഇനി പോയില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവല്ലോ. പിന്നീട് ശ്രീഹരി പറഞ്ഞു, അച്ചു വന്ന് പറഞ്ഞല്ലേ സേതുവേട്ടാ, സേതുവേട്ടൻ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യുന്നത്? ഒന്നും അല്ലെങ്കിലും സേതുവേട്ടൻ ഇപ്പൊ പൊന്നുമടത്തിലെ ആള് തന്നെയല്ലേ, മാധവമേനന്റെ മോൻ തന്നെയല്ലേ. അപ്പൊ മാധവമേനന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ആളല്ലേ സേതുവേട്ടൻ. സേതുവേട്ടൻ ഇങ്ങനെ വലിച്ചു ചെയ്താൽ എങ്ങനെ ശരിയാവുന്നേ? സേതുവേട്ടനും പോണമെന്ന് പറയാം അവരുടെ കൂടെ. അവസാനം സേതു അങ്ങനെ സമ്മതിക്കുകയാണ്. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷന് സേതു അവരുടെ കൂടെ അങ്ങോട്ട് പോവാണ്. സേതുവിന് പക്ഷെ ഒട്ടും താല്പര്യമില്ല പോവാനായിട്ട്. പക്ഷെ അവിടെ ചെന്നിട്ടും സേതു ഇങ്ങനെ അകന്നു മാറിയാ നിന്നെ. കാരണം ഫംഗ്ഷനൊന്നും അധികം കൂടാതെ അറ്റൻഡ് ചെയ്യാതെ ഇഷ്ടപ്പെടാത്ത മട്ടിലാണ് നിന്നെ. അങ്ങനെ തിരികെ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേനും സേതുവിന് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതിന്റെ ആ ഒരു ദേഷ്യം സേതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് സേതു മുറി വന്നിങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് പൂർണിമ വരുന്നത്. പൂർണിമയുടെ കയ്യിലൊരു ഡയറി ഉണ്ടായിരുന്നു, മാധവമേനന്റെ ഒരു ഡയറിയും കൂടെ ഉണ്ടായിരുന്നു. പൂർണിമ വന്നിട്ട് ആ ഡയറി അങ്ങ് സേതുവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ അച്ഛന്റെ ഡയറി എന്നും പറഞ്ഞങ്ങോട്ട് കൊടുക്കുവാണ്. സേതു ഒരു അമ്പരപ്പോടെ പൂർണിമേനെ നോക്കിയിട്ട് ആ ഡയറി അങ്ങോട്ട് വാങ്ങിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ആ ഡയറിക്കകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയത്തില്ല. അപ്പൊ ഇനി ഒരു പക്ഷേങ്കില് സേതുവിന്റെ അമ്മേനെ കുറിച്ചുള്ള സത്യങ്ങളാവാം. ഇനിയിപ്പോ സേതുവിന്റെ മനസ്സ് മാറുമോ, എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.